NDI എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടായിട്ടുണ്ട്. ആ മുന്നണിയുടെ ആദ്യത്തെ ഒരു തന്ത്രം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ആദ്യത്തെ നീക്കം എന്നുള്ള നിലയിൽ മണിപ്പൂർ നമ്മൾ കണ്ടു. മണിപ്പൂരിൽ 2-3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിനെ കൃത്യമായിട്ടും പാർലമെന്റ് സെഷൻ തുടങ്ങുന്നതിന്റെ തലേ ദിവസം എങ്ങനെ കൊണ്ടുവന്ന് അവർ പ്ലേസ് ചെയ്തുവെന്നും എങ്ങനെ ഇമോഷൻസിനെ അവർ നമുക്കിടയിലേക്ക് സെല്ല് ചെയ്തുവെന്നും നമ്മളെ എങ്ങനെ ബാക്ക് ഫുട്ടിലേക്ക് അവർ നിർത്തിയെന്നുള്ള കാര്യവും നമ്മൾ കണ്ടതാണ്. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഇരട്ടിയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇനി നേരിടാൻ പോകുന്നത്. നമ്മളിത് കേരളത്തിൽ റിസൾട്ട് ഉണ്ടാകുമോ ഉണ്ടാകില്ലേ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ആന്റി നാഷണൽ ആക്ടിവിറ്റീസിന്റെ ഒരു എപ്പി സെന്ററായിട്ട് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള ലെഫ്റ്റിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും കൂടി ചേർന്നിട്ടുള്ള ഒരു അച്ചുതണ്ടാണ്. അപ്പൊ ഇതിനെ ശരിക്കും പറഞ്ഞാൽ നേരിടേണ്ടത് ഡൽഹിയിലോ UP-യിലോ ഗുജറാത്തിലോ ഒന്നുമല്ല. അതിനെ ശരിക്കും ഇവിടെ നേരിടേണ്ടത്, ഈ രാഷ്ട്രത്തിന് വേണ്ടി അതിനെ നേരിടേണ്ടത് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഇതിന്റെ മുന ഇവിടെയാണ് ഒടിക്കേണ്ടത്. ഇതിന്റെ മുന നമ്മൾ അവിടെ പോയി ഒടിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിന്റെ എപ്പി സെന്റർ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇത് 2019 നമ്മൾ തിരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള, അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDAയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPAയും തമ്മിലായിരുന്നു മത്സരം എന്നുണ്ടെങ്കിൽ 2024 നമ്മൾ നേരിടാൻ പോകുന്നത് കഴിഞ്ഞ അമേരിക്കൻ തിരഞ്ഞെടുപ്പിന്റെ ഒരു റെപ്ലിക്കയാണ്. കാരണം അന്ന് അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന ട്രംപിനെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ലെഫ്റ്റിസ്റ്റ് നേതൃത്വത്തിലുള്ള ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് അവിടെ നടന്നതെന്നുണ്ടെങ്കിൽ ഇത്തവണ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പണിയും മാറ്റിവെച്ചിട്ട് ഇനി അങ്ങോട്ട് ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ തിരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ നിൽക്കുന്ന ജോർജ് സോറോസ് മുതൽ ഇങ്ങോട്ട് ഏറ്റവും അവസാനത്തെ വ്യക്തിയെ വരെ നമ്മൾ നേരിടേണ്ടി വരും. കാരണം ഇവിടെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങൾ മെനയാൻ പോകുന്നത് ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ടല്ല, ഇന്ത്യക്ക് പുറത്ത് നിന്നുകൊണ്ടാണ്. കാരണം ഇന്ത്യയുടെ വളർച്ച ഒരുപാട് പേരെ അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നറേറ്റീവുകൾ ഇവിടെ സൃഷ്ടിക്കപ്പെടും. ആ നറേറ്റീവുകളുടെ പുറത്ത് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ ഉണ്ടാവും. ഈ വാർത്തകളിലെല്ലാം ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ മണിപ്പൂർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ചയ്ക്ക് പോകുന്ന സമയത്ത് മണിപ്പൂരിലെ യഥാർത്ഥ വിഷയം എന്ത് എന്ന് നമ്മളെ അവിടെ പറയുവാൻ സമ്മതിക്കാതെ അവിടെ നിൽക്കുന്നത് അവർ ഇമോഷൻസിനെ എടുത്ത് മുമ്പിൽ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ, നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ, ഇതേ 2 സ്ത്രീകൾ ഇങ്ങനെ ശരിയാണ് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിപ്പിച്ചു. പക്ഷേ അതിന്റെ പിറകിലുള്ള യാഥാർത്ഥ്യം എന്താണ്, അതിന്റെ പിറകിലുള്ള ഫാക്ട്സ് എന്താണ്, അതിന്റെ പിറകിലുള്ള വസ്തുതകളെ ഒരിക്കൽ പോലും അവർ ചർച്ചകളിൽ അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല. കാരണം അവർ ഓൾറെഡി ഇമോഷൻസ് വെച്ചിട്ടാണ് അവിടെ പ്ലേ ചെയ്യുന്നത്. ഈ ഇമോഷൻസ് വെച്ച് പ്ലേ ചെയ്യാൻ പോകുന്ന ഒരു വലിയ യുദ്ധം തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ആ യുദ്ധത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും വളരെയധികം ജാഗരൂകരായിരിക്കണം. ഇത് പല തരത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരും. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം കൂടി അതിനകത്ത് പറയാനുണ്ട്. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന പല കാര്യങ്ങളെയും നമ്മൾ അപ്പാടെ വിശ്വസിക്കരുത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആലുവയിൽ ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം ഒരു രക്ഷകൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷകൻ പ്രത്യക്ഷപ്പെടുകയും ആരും ഇവിടെ കർമ്മം ചെയ്യാൻ തയ്യാറായില്ല. അപ്പോൾ ഞാൻ രക്ഷകനായി ഇവിടെ വന്നിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ തന്നെ പല പേജുകളും മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് അയാളെ എടുത്ത് ആദ്യം ബൂസ്റ്റ് ചെയ്യുകയും ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഇതിന്റെ പിറകിലുള്ള അജണ്ട എന്താണ് എന്നുള്ള കാര്യം. ചർച്ച അവിടെ നിന്ന് മാറ്റി മറ്റൊരിടത്ത് കൊണ്ടുവയ്ക്കുക എന്ന് പറയുന്നതായിരുന്നു. അപ്പം നമ്മൾ വളരെ കെയർഫുൾ ആവണം. നമ്മുടെ മുമ്പിലേക്ക് ഇനിയും ബ്രോഡ്വേയിലെ നൗഷാദുമാർ ഒരുപാട് പേര് ഇതുപോലെ രക്ഷാവേഷം കെട്ടി വരും. നമ്മൾ വളരെ കെയർഫുൾ ആവുക. നമ്മുടെ മുമ്പിൽ വരുന്നതിൻ്റെയൊക്കെ പിറകിൽ ഒരു ബാക്ക് എൻഡ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. ഒന്നല്ല, ഒരുപാട് തവണ ചിന്തിക്കുക. കാരണം പണി അറിയാവുന്നവരാണ് അവിടെ നിന്നുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നത്. ആ പണി അറിയാവുന്നവരോട് നമ്മൾ രാഷ്ട്രീയമായിട്ട് ഏറിടാൻ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ പണി എന്താണ് എന്നുള്ളതിനെ കുറിച്ചെങ്കിലും നമ്മൾ ബോധേഡായിരിക്കണം. ബോധേഡല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ചെലവിൽ തന്നെ പലർക്കും നമ്മൾ വലിയ മൈലേജും വലിയ മേൽവിലാസങ്ങളും ഉണ്ടാക്കി കൊടുക്കും. അവരെ പിന്നീട് നമുക്ക് ബാധ്യതയായിട്ട് നമ്മൾ തന്നെ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.